നമസ്കാരം. ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യൻ ഭരണാധികാരികൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും നമ്മുടെ ഭരണകർത്താക്കൾക്ക് പ്രിയപ്പെട്ടവരാണ്. അവരെ നിലനിർത്താനും അവരെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഭരണത്തിലേറുന്നത്. അവരുടെ ആത്മാഭിമാനത്തിനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനോ കോട്ടം തട്ടുന്ന യാതൊന്നും തന്നെ സർക്കാർ ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ, വീഡിയോകൾ ഓരോ മനുഷ്യന്റെയും ഓരോ ഭാരതീയരുടെയും നെഞ്ച് തകർക്കുന്നതാണ്. കാലിൽ ചങ്ങലയിട്ടുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരെ വിമാനങ്ങളിൽ, എങ്ങനെ വിമാനങ്ങളിലല്ല, യുദ്ധവിമാനങ്ങളിൽ ചവിട്ടിക്കയറ്റി 10-40 മണിക്കൂർ അവരെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ ദുരിതപൂർവ്വം മൃഗങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ ക്രൂരമായി പെരുമാറിക്കൊണ്ട്, വളരെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ട്, മനുഷ്യനാണെന്ന യാതൊരു പരിഗണനയും കൊടുക്കാതെ ചവിട്ടിക്കയറ്റി വിടുന്ന ഒരു ദുരന്ത ദൃശ്യമുണ്ടല്ലോ. ആ ദൃശ്യം കാണുമ്പോൾ അതിനെ എത്ര കണ്ട് ന്യായീകരിച്ചാലും അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഭാരത സർക്കാർ അതിനെ നന്നായി അംഗീകരിക്കുന്നത് കണ്ടു. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മയക്കുമരുന്ന് കുറ്റവാളികൾ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നൈജീരിയക്കാരടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കമുള്ള പല കുറ്റവാളികളും ഇവിടെ വന്നിട്ടുണ്ട്. പല വലിയ കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത്തരം കുറ്റകൃത്യങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോൾ, അവരെ പിടിക്കുമ്പോൾ അവർക്ക് അർഹമായ നിയമ പരിരക്ഷ കൊടുത്ത് വാദഗതികൾ നടത്തിയതിനു ശേഷമാണ് അവരെ ശിക്ഷ വിധിക്കുന്നത്. എന്തിനധികം അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരുത്തൻ ഇവിടെ കടന്നു കയറി ഇവിടെ വെടിവെപ്പ് നടത്തി. ആ ഒരു ഭീകരനെ ഇവിടെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? ഈ സർക്കാർ അവർക്ക്, അതായത് ഏത് പൗരനായാലും ഇന്ത്യക്കാരനായാലും ആരായാലും അവന്റെ ഭാഗം പറയാനുള്ള ഒരു അവസരം കൊടുക്കണം. അതാണ് നീതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് ആ നീതി സംവിധാനത്തെ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമാണ് ഇന്ത്യ ശിക്ഷ നടപ്പിലാക്കിയത്. അതായത് ഏതൊരു വ്യക്തിയുടെയും അഭിമാനം എന്ന് പറയുന്നത്, ആത്മാഭിമാനം എന്ന് പറയുന്നത് തകർക്കാൻ ഭാരതത്തിലെ ഒരു സർക്കാരും, ഈ സർക്കാർ അടക്കം ഇതുവരെ തുനിഞ്ഞിരുന്നില്ല. അത് വാസ്തവമാണ്. പക്ഷെ അതാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു ഭ്രാന്തൻ, ഒരു വട്ടൻ പ്രസിഡന്റ് അവിടെ സ്ഥാനമേറ്റിട്ട് ചെയ്യുന്ന പ്രവൃത്തി, അവിടെ അനധികൃത കുടിയേറ്റക്കാരാണ്, അവരെയെല്ലാം നാട് കടത്തുന്നു എന്ന്. ഈ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ് അമേരിക്കയിലെ യഥാർത്ഥ വാസികൾ? റെഡ് ഇന്ത്യൻസ് ആണ്. ആ റെഡ് ഇന്ത്യൻസിനെ അവരെ അതിക്രമിച്ച് കയറി, കുടിയേറ്റമല്ല, അതിക്രമിച്ച് കയറി അവരെ ആക്രമിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തി കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ വൈദേശികരായിട്ടുള്ള ഇവർ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കുന്നത് തന്നെ. അവിടെ അധിവസിച്ചിരുന്ന പ്രദേശവാസികളായ മുഴുവൻ ആൾക്കാരെയും. ആ അർത്ഥത്തിൽ ആദ്യം ഇറങ്ങി പോകേണ്ടത് ട്രംപിന്റെ മുൻഗാമികളും വാപ്പായുടെ വാപ്പ അടക്കമുള്ള മറ്റുള്ളവരാണ്, ഒരു മുത്തശ്ശന്മാരടക്കമുള്ളവരാണ്. അവരാണ് അവിടുത്തെ കുടിയേറ്റക്കാർ. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടിയ, അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ. എബ്രഹാം ലിങ്കൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഒരു നേതാവിന്റെ നാട്ടിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി ഈ തോന്നിയാസങ്ങൾ മുഴുവൻ നടത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്, ഈ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ഭീകരത മനസ്സിലാകുന്നത്. മുൻ ഭരണാധികാരികൾ, ട്രംപിന് മുമ്പുള്ള ഒരു ഭരണാധികാരിയും ചെയ്യാത്ത വളരെ ക്രൂരമായ പൈശാചികമായ കൃത്യങ്ങളാണ് ചെയ്യുന്നത്. അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ മാന്യമായി തിരിച്ചയക്കണം. മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നില്ലേ? ഇപ്പോ 7,20,000-ഓളം പേർ അമേരിക്കയിൽ കുടിയേറ്റക്കാരായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ കുടിയേറ്റക്കാർ, അതിൽ അമേരിക്കൻ പൗരത്വമുള്ള കുട്ടികളുണ്ട്. നേരത്തെ കുടിയേറിയവർ മറ്റു രാജ്യങ്ങൾ ഷിപ്പിലോ അല്ലെങ്കിൽ മറ്റു മേഖലയിലോ തൊട്ടടുത്ത രാജ്യത്തേക്ക് വന്ന ശേഷം അവിടെ നിന്ന് കുറച്ചോ 4-5 വർഷത്തിന് ശേഷം അമേരിക്കയിലേക്ക് കയറി ഗ്രീൻ കാർഡ് കിട്ടുമെന്ന്, ആരൊക്കെയോ ഗ്രീൻ കാർഡ് കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് പിൽക്കാലത്ത് അവിടുത്തെ വാസികളായി മാറി. എന്നാൽ അവിടെ അവർക്ക് ജനിച്ച കുട്ടികൾ അവിടുത്തെ പൗരന്മാരായി മാറി. ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. ഈ കാലത്ത് കള്ളലോഞ്ച് കയറുന്നവരോ കള്ള പാസ്പോർട്ട് ചെന്നുന്നവരെ കണ്ടെത്താൻ എളുപ്പമാണ്. അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി താമസിക്കുന്നവരാണ്. അവരുടെ മക്കളൊക്കെ അവിടുത്തെ പൗരന്മാരാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ എടുത്ത് വിടലല്ല, പുറത്തേക്ക് വിടലല്ല, ഒരു വംശീയത ഉണ്ടാക്കുക. ഇത്തരത്തിൽ ഇന്ത്യക്കാർ അല്ലെങ്കിൽ വിദേശീയർ, മറ്റുള്ളവർ സ്വദേശീയർ വിദേശീയർ എന്നുള്ള ഒരു വംശീയത ഉണ്ടാക്കി, ആ വംശീയത ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി നാർസിസം, ഫാസിസത്തിന്റെ ഭാഗമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ട്രംപിന്റെ തന്ത്രമാണിത്. അതൊരു അജണ്ട തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് നോക്കൂ, അന്താരാഷ്ട്ര കോടതി ബഹിഷ്കരിക്കുക, UN അംഗത്വം UN പിന്മാറുക. അതൊന്നും ഞങ്ങൾ പറഞ്ഞ് കേൾക്കില്ല. ഞങ്ങൾക്കെതിരെ എന്ത് നടപടി എടുത്താലും, ആരെടുത്തു കഴിഞ്ഞാലും, അത് പോലീസായാലും കോടതി ആയാലും, അതിനെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു നിലയ്ക്കും അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നടപടി, ട്രംപിന്റെ നടപടി, നിലപാടുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമല്ലേ? ഈ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടാകും. നമുക്കറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള അറബി രാജ്യങ്ങളിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് അവർ പിടിക്കാറുണ്ട്. ഇതുപോലെ കാലിൽ ചങ്ങലയിട്ട് അവഹേളിച്ചവർ നാട് കടത്താറുണ്ടോ?
അവർ പിടിക്കുന്നു, നിയമപരമായ നീക്കുപോക്കുകൾ നടത്തി അവർ എക്സിറ്റ് അടിച്ച് അവരെ ഏതേത് രാജ്യങ്ങളിലേക്ക് നാടുകടത്തി വിടുന്നു. അതായത് ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ള താക്കീതോടുകൂടി പറഞ്ഞു വിടുന്നു. അതല്ലേ വേണ്ടത്. അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നില്ല അവിടെ. അവരെ മനുഷ്യരായി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ അധികൃതമായി വരൂ, അനധികൃതമായി ഇവിടെ നിൽക്കേണ്ട എന്ന നിലപാടാണ് ആ രാജ്യം എടുക്കുന്നത്. ആ നിലപാട് തന്നെയല്ലേ ഇവിടെ ഏത് സർക്കാരായാലും ഏത് രാജ്യമായാലും എടുക്കേണ്ടത്. ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് തങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി കടന്നു കയറിയിട്ടുള്ള ഏതൊരു വ്യക്തിയെയും കണ്ടെത്തി നിയമപരമായി അത് ആരാണ്, ഏത് രാജ്യക്കാരാണ് എന്ന് മനസ്സിലാക്കി ജയിലിൽ പാർപ്പിച്ചുകൊണ്ട് അതത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടത്. അല്ലാതെ മൃഗങ്ങളെ പോലെ, അതായത് കാലിൽ ചങ്ങലയിട്ട് കൈകളിൽ ചങ്ങലയിട്ട് അടിമകളെ പോലെ അടിമത്ത മനോഭാവത്തോടു കൂടി ഇമാതിരിയുള്ള പരിപാടികൾ ചെയ്ത് ചവിട്ടിക്കയറ്റി വിടുകയല്ല. അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി അവരുടെ മാനസികമായി അവരെ തളർത്തി ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തി ഈ രീതിയിൽ പ്രതികരിക്കുകയാണോ വേണ്ടത്? അതിന് മറ്റു രാജ്യത്തെ, വിശേഷിച്ച് നമ്മുടെ ഭാരതത്തിലേക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഫൈറ്റ്, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ട്രംപിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകണില്ല. ആരാണ് ഇവിടെ അതിർത്തി നിശ്ചയിച്ചത്? രാജ്യത്തിന്റെ അതിർത്തി നിശ്ചയിച്ചാരാ? മനുഷ്യൻ ഇവിടെ കാലകാലങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്നപ്പോ എവിടെയാണോ വസിക്കാൻ പറ്റുന്നത്, എവിടെയാണോ അവർക്ക് ജീവിതത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്, ആ ഭാഗത്ത് അവർ അധിവസിക്കുകയും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വന്നിട്ടുള്ള ക്രൂരന്മാരായ ഭരണാധികാരികൾ അവർക്കിടയിലുണ്ടായി. അവർ രാജ്യങ്ങളുണ്ടാക്കി, രാജ്യത്തിന്റെ അതിർത്തികൾ ഉണ്ടാക്കി, അവിടെ വിസ ഉണ്ടാക്കി, പാസ്പോർട്ട് ഉണ്ടാക്കി, മറ്റു പലതും ഉണ്ടാക്കി. ഏത് രാജ്യം എടുത്തു നോക്കിയാലും അവിടേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന്, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്നവർ തന്നെയാണ്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന്, രാജ്യമൊക്കെ പിന്നെയല്ലേ ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്ന റെഡ് ഇന്ത്യൻസ് അവരെ മറികടന്നുകൊണ്ടല്ലേ ഇവിടെ ഈ പാശ്ചാത്യരായിട്ടുള്ള ഈ പറയുന്ന അമേരിക്കക്കാർ, വൈദേശികർ അവർ കടന്നു കയറിയ, ഇങ്ങനെ അനധികൃതമായി മറ്റുള്ളവരെ, നാട്ടുകാരെ മുഴുവൻ അടിച്ചൊതുക്കി കടന്നു കയറിയ ട്രംപിന്റെ മുൻഗാമികളടക്കം കടന്നു കയറിയത്. അങ്ങനെയാണെങ്കിൽ അവരെ അല്ലേ ആദ്യം മാറ്റിയിറക്കേണ്ടത്? ഇവിടെ എനിക്കൊരു അത്ഭുതമായി തോന്നിയത്, ഇത്തരത്തിലൊരു വട്ടൻ പ്രസിഡന്റ് അവിടെ പ്രതികരിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ പായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇന്ത്യ എന്തിനാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്? മാന്യമായി പ്രതികരിക്കേണ്ട വിധത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അമേരിക്കക്കാർക്ക് അല്ലെങ്കിൽ ട്രംപിനൊന്നും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്നുമായി കണക്കാക്കുന്നില്ല എന്ന് ഈ ആദ്യത്തെ വരവ് ഒരു ഫ്ലൈറ്റ് വന്നപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഈ രീതിയിൽ കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഈ രീതിയിൽ അവഹേളിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ നിന്നു കൊടുക്കണോ? അത്തരത്തിൽ ചങ്ങലയിട്ട് കൊണ്ടുവരാൻ, അവിടെ അധികൃതരായാലും അനധികൃതമായാലും അവിടെ താമസിച്ചിരുന്നവർ അവർ ഇത്തരത്തിൽ ചങ്ങലയിട്ട് കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ചങ്ങലയിട്ട് കൊണ്ടുവരാൻ അവരെന്താണ്, അവരെന്ത് കുറ്റമാണ് അത്രയധികം കുറ്റങ്ങൾ ചെയ്തത്? ഏത് അമേരിക്കക്കാരനെയാണ് ഇവിടെ നിന്ന് ആ വിധത്തിൽ നാട് കടത്തിയിട്ടുള്ളത്? നമ്മൾ ഇന്ത്യക്കാർ കരുതുന്നത് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം നടത്തി പൗരന്മാരെ അവഹേളിക്കാൻ വേണ്ടി നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃതമായി കുടിയേറിയവരോ അല്ലാതെ കുടിയേറിയവരോ ആയിട്ടുള്ള അവിടെ നിന്ന് പുറത്താക്കേണ്ട ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പിടികൂടിയ ശേഷം അവരെ ജയിലിൽ പാർപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ അറിയിക്കുകയും ഇന്ത്യ തന്നെ തങ്ങളുടെ പൗരന്മാരാണ് എന്ന് മനസ്സിലാക്കി ആ പൗരന്മാരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സൗകര്യമൊരുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ കാലിലും കയ്യിലും ചങ്ങലയിട്ട് കൊണ്ടുവരേണ്ടതല്ല. അത് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത നിലപാട് വളരെ മോശമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നമുക്കറിയാമല്ലോ ഈ സർക്കാരിന്റെ, ഇതിനു മുമ്പുള്ള സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ന്യൂനപക്ഷങ്ങൾ, ആ ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ പീഡനം അനുഭവിക്കുന്നവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിന്റെ 7 അയലത്ത് പോലും അമേരിക്കയിലെ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ, ഇന്ത്യൻ പൗരന്മാർ അവരെ കൊണ്ടുവരുന്നതിൽ ഈ സർക്കാർ കാണിച്ചില്ല എന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുവരാനാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിമാനം അയക്കണം, ആ വിമാനത്തിൽ കൊണ്ടുവരണം. ഇന്ത്യൻ പൗരന്മാരെ മാന്യമായി അവരെ വരാൻ, അവർ മനുഷ്യരാണ്, മനുഷ്യരായി തന്നെ അവർ കൊണ്ടുവരാൻ കഴിയണം. ഇങ്ങനെ കാലിലും കയ്യിലും ചങ്ങലയിട്ട് എന്തൊരു മാനസിക പ്രയാസമാണ്, എന്തൊരു അവഹേളനമാണ് അവർക്ക് കിട്ടിയത്. എന്നിട്ട് ഇന്ത്യയിൽ വന്ന ശേഷം അത് മറച്ചു പിടിക്കുകയാണ്. ഇത്തരത്തിൽ ട്രംപ് കാണിച്ചിട്ടുള്ള തോന്നിയാസത്തെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ മറച്ചു പിടിക്കുക. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ 40 മണിക്കൂർ, ആ 40 മണിക്കൂറിന് മുമ്പും അതിന് ശേഷവും ഇവിടെ വന്നതിന് ശേഷം പോലും അവരെ കൊണ്ടുപോയത് മാന്യമായല്ല, പട്ടാള വാഹനങ്ങളിൽ അവരെ കുറ്റവാളികളെ പോലെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. വന്നവരും മുഴുവൻ ക്രിമിനൽമാരാ, മുഴുവൻ മറ്റ് ക്രിമിനൽ കുറ്റങ്ങൾ ഏർപ്പെട്ടവരാ. ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞത് ഇതുപോലെ ഒരു മറ്റൊരു രാഷ്ട്രത്തലവൻ ഇന്ത്യയെ അവഹേളിക്കാൻ ശ്രമിച്ചിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾ അവഹേളിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ മേൽ ആണിയടിക്കാൻ ഒരുത്തനെയും അംഗീകരിക്കില്ല, ഒരുത്തിനെ സമ്മതിക്കില്ല, ഒരുത്തിനെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് വ്യക്തമായി നടപടിയെടുത്ത ഒരു പ്രധാനമന്ത്രിയുള്ള നാടാണിത്.
ആ പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഭരിക്കുന്നത്. എന്നാൽ ട്രൂഡോ എന്ന ഇന്ത്യ വിരുദ്ധൻ, ആ ഇന്ത്യ വിരുദ്ധൻ ഇന്ത്യക്കെതിരെ സംസാരിക്കുമ്പോൾ, ഇന്ത്യക്കെതിരെയുള്ള നിലപാടെടുക്കുമ്പോൾ അവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടി നിലപാടെടുത്ത പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർ എന്ന് അമേരിക്ക അവകാശപ്പെടുന്ന, ട്രംപ് അവകാശപ്പെടുന്ന ആ വ്യക്തികൾ, അവരെ മാന്യമായി തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം, അവർക്ക് പിന്തുണ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റിൻ ട്രൂഡോയുടെ അഹങ്കാരത്തിന്മേൽ ആണിയടിച്ച പ്രധാനമന്ത്രിയുടെ നിലപാട്, ആ നിലപാട് ഇവിടെ അമേരിക്കൻ ട്രംപിന്റെ കാര്യത്തിൽ ഉണ്ടാകണം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്കയുടെ കാൽക്കീഴിലുള്ളതല്ല. ആ നിലപാട് ആ കാലമൊക്കെ പോയി എന്ന് കാലം നമ്മൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് അമേരിക്ക എന്തെങ്കിലും കാണിച്ചാൽ അവരുടെ കാൽക്കീഴിൽ ചെരുപ്പ് നക്കികളായി കിടക്കാൻ ഇന്ത്യക്കാരെ അനുവദിക്കരുത്. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആദ്യ ഫ്ലൈറ്റ് തന്നെ അത്തരത്തിൽ നിങ്ങളുടെ കാൽക്കീഴിലേക്ക് ഞങ്ങൾ തല വെച്ച് തരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചു കൊടുത്തത്. കാരണം അതിനെയാണ് ന്യായീകരിക്കുന്നത് കണ്ടത്. നമ്മുടെ ഇന്ത്യക്കാർ, എന്റെ പൗരന്മാർ, ഈ രാജ്യത്തെ പൗരന്മാർ മര്യാദയ്ക്ക് അവരോട് പെരുമാറിക്കൊള്ളണം. അങ്ങനെ ആരെങ്കിലും അനധികൃതമായി നിങ്ങളുടെ രാജ്യത്ത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിവരം അറിയിച്ചോളൂ, ഞങ്ങൾ അവരെ കൊണ്ടുവന്നോളാം. നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കാൻ ഞങ്ങളുടെ പൗരന്മാർ ഞങ്ങൾക്ക് വിലപ്പെട്ടവരാണ്, നിങ്ങളുടെ പരിപാടി അവരുടെ അടുത്ത് എടുക്കരുത്, വിവരം അറിയും എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ആകണം നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയിലും ഇന്ത്യൻ സർക്കാരിലുമാണ് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. സ്വാഭാവികമായും വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർ, അവർ അധികൃത കുടിയേറ്റക്കാരായാലും അനധികൃത കുടിയേറ്റക്കാരായാലും അവർ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാകാത്ത വിധം അവരെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ സർക്കാരിലാണ് ഉള്ളത്. ഇന്ത്യൻ സർക്കാർ അത് ചെയ്യാതെ, അത് അമേരിക്കക്കാരുടെ കാര്യമാണ്, അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനമാണ്, അവിടെ കടന്നു കയറിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ പൗരന്മാരെ അവർ കഴുത്തിൽ കാലിലും ചങ്ങല ഇട്ടുകൊണ്ട് ചെന്നായ്ക്കളെ പോലെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നല്ല നമ്മുടെ പ്രധാനമന്ത്രി പറയേണ്ടത്. അവർ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും, അവർ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും, അവരെ രക്ഷിക്കപ്പെടേണ്ടവരാണെന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സർക്കാരാണ് ഇവിടെ നിലകൊള്ളുന്നത്. നിങ്ങൾ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ അല്ലെങ്കിൽ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ നിന്ന് തരാൻ ഞങ്ങൾക്ക് സൗകര്യമല്ല എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ പൗരന്മാർ, നിങ്ങളുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റമോ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ജയിലിലേക്ക് പിടിക്കേ, എന്നിട്ട് ഞങ്ങളെ അറിയിക്കേ. നിയമപരമായി ഞങ്ങൾ കൊണ്ടുവന്നോളാം. നിങ്ങളതുമേൽ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ധ്വംസനങ്ങൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, അതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഞങ്ങളുടെ പൗരന്മാരെ അവഹേളിക്കാനോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനോ നിങ്ങൾ ശ്രമിച്ചാൽ അതിന്റെ വില നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്ന ആർജവമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ ജനത പ്രതീക്ഷിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.